എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെണ്ട കൃഷിയാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് വിളവ് ലഭിക്കുന്ന ഒരു കൃഷിയാണ് വെണ്ട എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മളൊരു 2-3 ഗ്രോ ബാഗിൽ ഓരോ ചെടികൾ നമ്മൾ നട്ടുകൊടുത്താൽ തന്നെ അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കൃഷി എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് യാതൊരു കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ തൈ വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ വിത്തുകളൊന്നും പാവാതെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള ഒരു കൃഷിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് താമസിക്കുന്നില്ല. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു വെണ്ടച്ചെടികളെല്ലാം ഇത് നമ്മളൊരു പാത്രത്തിലോ ഗ്രോ ബാഗിലോ ഒന്നും പാകിയതല്ല. നമ്മുടെ മുറ്റത്ത് ഇതുപോലെ വെറുതെ തനിയെ കിളുത്ത് വന്ന തൈകളാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് നമുക്ക് വേറെ മുളകും വഴുതനങ്ങയായിട്ട് അങ്ങനെ ഒത്തിരി തൈകൾ നമുക്ക് കിളുത്ത് നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതെല്ലാം പറിച്ചു കളഞ്ഞ ആ ഒരു ചെടിയിൽ നിന്ന് വീണ് കിളുത്തതാണെന്ന്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതെല്ലാം നല്ല പറിച്ച് നമുക്ക് നടാനായിട്ട് പാകമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല കരുത്തുള്ള തൈകൾ വേണം നമുക്ക് പറിച്ച് നടാനായിട്ട്. കണ്ടോ, ഇത് ചുവന്ന വെണ്ടയാണ്. അരുണ എന്ന ആ ഒരു ഇനത്തിൽപ്പെട്ട വെണ്ടയാണ്. ഒരുപാട് നമുക്ക് വിളവ് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല കരുത്തുള്ള വെണ്ടയുടെ തൈകൾ നമുക്ക് നോക്കി ഗ്രോ ബാഗിലേക്ക് നമുക്കൊന്ന് പറിച്ച് നടാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു വെണ്ടച്ചെടി നമ്മൾ നടാനായിട്ടുള്ള ആ ഒരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ചട്ടിയിൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും അതുപോലെ തന്നെ കോഴിക്കാഷ്ടം, എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി, പിന്നെ കുറച്ച് ഡോളോമേറ്റ്, ഇത്ര ഞാൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു പോട്ടി മിക്സാണിത്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമുക്ക് കിളുത്ത് വന്നിരിക്കുന്ന ആ ഒരു വെണ്ടയുടെ തൈ നമുക്ക് ഇതിനകത്തേക്കൊന്ന് പറിച്ചു നടാം. നമുക്ക് കുറച്ച് താത്തി വേണം വെക്കാനായിട്ട്. കാരണം ഇനിയിപ്പോൾ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് താത്തി വെച്ചാൽ കുറച്ചേറെയൊക്കെ വെള്ളം വീണാലും അതിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വിത്തുകളോ തൈകളൊന്നും ഇല്ലേ എന്നുണ്ടെങ്കിൽ വിത്തുകൾ വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കിളുത്ത് കിട്ടുന്നതാണ്. ഒരുപാട് പരിചരണമൊന്നും വേണ്ട. വെണ്ട എപ്പോഴും നമ്മൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ നേരിട്ട് വിത്തുകളിട്ട് കിളിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരുന്നത് നമ്മളിതുപോലെ വളർന്നതിന് ശേഷം പറിച്ചു നടുമ്പോഴാണ്. അത് കൂടുതൽ കരുത്തോടു കൂടി വളരുന്നതും അതിലൊക്കെ ഒരുപാട് നാൾ നമുക്ക് കായ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമുക്ക് ഓണത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു കൃഷി നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വിത്തുകളൊക്കെ വാങ്ങിച്ച് വെക്കുകയോ പാകി നിർത്തുകയോ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് മാസങ്ങൾ വരെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് വിളവെടുത്ത് നല്ലൊരു വെണ്ട കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത ആ ഒരു വെണ്ട കൃഷി നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഒന്നും പാടുപെടാതെ വളരെ പെട്ടെന്നുള്ളൊരു കൃഷിയാണ് ചെയ്തത്. വെണ്ട എന്ന് പറയുന്നത് ഒരു 14-15 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് വളർന്നു വരികയും അതിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാനും സാധിക്കുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഒരു വെണ്ട കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിലെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വെള്ളം കയറാത്ത രീതിയിൽ നിലമൊക്കെ ഒന്ന് പൊക്കിയോ കുറച്ച് നിങ്ങൾ കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടിൽ എന്നും നമുക്ക് വെണ്ട വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.